പ്രത്യേക സമയങ്ങളില്ലാതെ RCCB ട്രിപ്പാവുന്ന ഒരു കംപ്ലയിൻറ്റ് നോക്കാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മൾ DB തുറന്നു. DBയുടെ അവസ്ഥ ഇതാണ്. ഇങ്ങനെയാണ് DB ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ട ചെതലും കാര്യങ്ങളെല്ലാം കയറിയിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു 3 വർഷം ആവുന്നേ ഉള്ളൂ ഇവിടുത്തെ വയറിങ് കഴിഞ്ഞിട്ട് എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ അകത്ത് ഫുള്ളും ചെതലാണ്. അതുകൊണ്ട് ഈ ചെതൽ ഫുള്ളും DBക്കകത്താണ്. ഇതെല്ലാം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇനി ഓരോ വയറുകളും നമുക്കിനി ചെക്ക് ചെയ്യാനുമുണ്ട്. അപ്പോൾ ഈ ചെതലുകളെല്ലാം ആദ്യമേ റിമൂവ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഔട്ട്സൈഡ് മീറ്ററിൻ്റെ അവിടെയുള്ള ഫ്യൂസും അതേപോലെ ഐസൊലേറ്റർ ഓഫ് ചെയ്തിട്ട് വേണം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പം ചെക്കിങ് തുടങ്ങിയാണ്. നമ്മൾ ഇൻസുലേഷൻ ടെസ്റ്റാണ് ആദ്യം അടിച്ച് നോക്കുന്നത്. അപ്പോൾ നമ്മൾ എർത്ത് ടു ന്യൂട്രലാണ് നോക്കുന്നത്. കാരണം ഇടവിട്ടുള്ള ട്രിപ്പിംഗ് ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ ടു എർത്തിൻ്റെ ഫോൾട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഓരോ വാല്യൂ നമ്മൾ നോക്കണം. ഇപ്പോൾ 0.2 ഒക്കെ നമുക്ക് ഓരോ വയറിന് നമ്മൾ കിട്ടിയിട്ടുണ്ട്. നമ്മളങ്ങനെ ഓരോ വയറും നമ്മളിനി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും വയർ നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വയറുകൾ നമുക്ക് നോക്കണം. ഇപ്പോൾ ഈ റെഡ് വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂട്രൽ വയറാണ്, പക്ഷേ അതിൻ്റെ അത് വാല്യൂ തീരെ കുറവാണ്. അതുകൊണ്ട് നമ്മൾ മാറ്റിയിട്ടേക്കണം. അപ്പോൾ ഇത്രയും വയറുകൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്ത് മാറ്റിയിടുകയാണ്. വാല്യൂ കുറഞ്ഞതും കൂടിയതും ഇങ്ങനെ നമുക്കിത് സെപ്പറേറ്റ് ചെയ്യണം. അതിന് നമ്മൾ മീക്കോയുടെ ഇൻസുലേഷൻ ടെസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അതിനോടൊപ്പം തന്നെ കണ്ടിന്യൂറ്റി ടെസ്റ്റർ ഉപയോഗിക്കുന്ന 2 ടൈപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ക്ലാമ്പ് മീറ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതേപോലെ തന്നെ RCCBയുടെ ട്രിപ്പിംഗ് നോക്കുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതെടുത്ത് വെച്ചില്ല, അത് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം നമുക്കിനി ചെക്ക് ചെയ്താൽ മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂ. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചെത്തിയത് ഒരു ബെഡ്റൂമിൻ്റെ അകത്താണ്. കണ്ടില്ല, ഇവിടുത്തെ സ്വിച്ച് ബോർഡിൻ്റെ അകത്ത് നമ്മൾ ന്യൂട്രൽ വയർ നമ്മൾ ഊരിയിട്ടാണ്. അത് നേരെ ചെല്ലുന്നത് നമ്മുടെ സീലിംഗ് ഫാനിൻ്റെ അകത്താണ്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ സീലിംഗ് ഫാനിൻ്റെ അകത്താണ് ഈ പ്രോബ്ലം വന്നുകൊണ്ടിരുന്നത്. കാരണം ഫാൻ കറങ്ങുന്നെങ്കിൽ പോലും അതിൻ്റെ അകത്തൊരു ട്രിപ്പിംഗ് ഇഷ്യൂവിനായ ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ നെക്സ്റ്റ് പാർട്ട് നമ്മൾ അടുത്തൊരു വീഡിയോയിലായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്.